ചെറിയ കാലം കോഴിക്കാല് അതൊരു വികാരം തന്നെയാണല്ലേ. ഏതായാലും ആ കാലം അവൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബസ്മതി റൈസ്, ഞാനിവിടെ യെല്ലോ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ വലിയ പീസാക്കി വെച്ച ചിക്കൻ. ഈ ചിക്കനിലേക്ക് 4 മാഗി ചിക്കൻ ക്യൂബ്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറ്. ഇതിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫ്ലേവർ വരും, അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 ഗ്രാമ്പൂ, 10 ഏലക്ക, 2 ഉണക്ക നാരങ്ങ, ഒരു ചെറിയ കഷ്ണം പട്ട, 250 ml അഥവാ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനി ചെയ്യേണ്ടത് ബസ്മതി റൈസ് 1-2 തവണ നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. മന്തി വയ്ക്കാൻ ഏറ്റവും നല്ലത് യെല്ലോ റൈസ് എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ യെല്ലോ റൈസ് തന്നെ എടുക്കാൻ കാരണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ 250 ml സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കളർ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചേർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കളർ തന്നെ ചേർത്തത്. ഇനി ഓയിൽ ഞാൻ ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ മന്തി ദമ്മ് ചെയ്യാൻ വയ്ക്കുന്നത് ബിരിയാണി പോട്ടിലാണ്. നമ്മൾ ഏതിലാണോ ദമ്മ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 4 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട്, അതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യാത്തത്. നാരങ്ങ, പട്ട ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താലും മതി. ഇതൊന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇനി 1 by 1 ആയിട്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ബൗളിൽ വെള്ളം കാണും, ആ വെള്ളം ഇതിലേക്ക് വരേണ്ട കാര്യമില്ല, നമുക്ക് തീരെ വെള്ളം പാടില്ല, അതുകൊണ്ടാണ് 1 by 1 ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 kg തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് കൂടുതൽ മാരിനേഷൻ ചെയ്താൽ അത്രയും നല്ലത്. ഞാനിവിടെ ഫോക്ക് വെച്ച് കുത്തി കൊടുക്കുക, കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല, കാരണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മന്തിക്ക് നമ്മൾ ആ ഫുൾ പീസ് നല്ല റെഡി ആയിട്ട് കിട്ടുകയാണ് വേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ ടെക്സ്ചർ കിട്ടുക. ഇനി 30 മിനിറ്റിന് ശേഷം റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ റൈസ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റവിൽ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ മാത്രം മതി, അത് റൈസ് സ്റ്റിക്കി ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 2 ഉണക്കനാരങ്ങ, നമ്മളെടുത്ത് വെച്ച പട്ട അതുകൂടെ ആഡ് ചെയ്തിട്ട് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് ഇത്ര മതിയോ എന്ന്. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം സ്റ്റോക്കിൽ ധാരാളം ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കാഞ്ഞത്. റൈസിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ ബോയിലായി വന്നതിന് ശേഷം മാത്രമാണ് റൈസ് ഇതിലേക്ക് ഇടുക. അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം അത്യാവശ്യം ബോയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫുൾ കുക്ക് ചെയ്തെടുക്കണം, ഹാഫ് വേവ് ഒന്നുമല്ല. ദമ്മ് ചെയ്യുന്ന സമയത്ത് ഈ റൈസ് കുക്കാവില്ല, ആ ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുക. റൈസ് നല്ലപോലെ തിളച്ചു, കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനൊന്ന് അരിച്ച് മാറ്റി വെക്കാം. വെള്ളം കംപ്ലീറ്റ്ലി പോകണം, നല്ല ഡ്രൈ ആയി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മയോണൈസ് അടിച്ചെടുക്കാം. അതിനു വേണ്ടി ജാറിലേക്ക് ഒരു മുഴുവൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ടൊരൽപ്പം ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, വളരെ കുറച്ച് പഞ്ചസാര,
ചേർത്തു. ഈ പഞ്ചസാര ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക, അതാണ് മയോണൈസിന് എപ്പോഴും ടേസ്റ്റ്. എന്നിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നല്ലപോലെ പതഞ്ഞ് വരുന്ന വരെ ഞാൻ അടിച്ചെടുത്തു. അതിനുശേഷം കുറേശ്ശെ ആയിട്ട് ഓയിൽ ഒഴിച്ച് നല്ല സ്മൂത്തായി വരുന്ന വരെ അടിച്ചെടുത്തു. വളരെ എളുപ്പമാണ്. എല്ലാം ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക, അതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മുടെ റൈസ് ഒന്നുകൂടെ ഡ്രൈ ആവാനുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് സ്റ്റൗവിൽ വെക്കുകയാണ്. 5 മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക, അത് കഴിഞ്ഞ് വേറൊരു ഭാഗം മറിച്ചിടുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം ഏകദേശം ഒരു ഭാഗം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മന്തി വയ്ക്കുമ്പോൾ എപ്പോഴും ബിരിയാണി പോട്ട് തന്നെയാണ് നല്ലത്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഈ ലെഗ്സൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള വിധത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ പതുക്കെ എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് അതൊന്ന് ചെറിയ തോതിൽ കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിൽ കുറേ ഓയിലുണ്ടല്ലോ, ആ ഓയിൽ ഞാനൊരു ബൗളിലേക്ക് ഒരല്പം മാറ്റുകയാണ്. ഫുള്ള് മാറ്റരുത്, കുറച്ചതിൽ വെക്കണം. കാരണം ഓയിലില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ, ഇത്രയും ഓയിൽ മതി. അത് നമുക്ക് അതിൽ വെച്ചിട്ട് ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല റെഡ് കളറും വരും. നമ്മൾ മാറ്റി വെച്ച ഓയിൽ ഓരോ ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ കളറ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുക. ഇതിൽ യെല്ലോ മിക്സ് ചെയ്യുന്നവരും ഉണ്ട്, യെല്ലോ കളർ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ റെഡ് മാത്രമാണ് ചെയ്തത്, എല്ലാ കളറും കൂടെ വേണ്ടല്ലോ. അപ്പോൾ റൈസ് തന്നെ ഞാൻ യെല്ലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട്, അത്രയും മതി. ഒരു ലെയർ ഞാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇടുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുകയും ചെയ്യും, കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ റൈസും ഓയിലും തീരുന്നത് വരെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ചാർക്കോൾ വെക്കണം. ചാർക്കോളിന് പകരം ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചാർക്കോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ചാർക്കോളിൻ്റെ ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. ഇതൊരു ഈസി മെത്തേഡാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഫ്ലേവറിനോ ടേസ്റ്റിനോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ വീട്ടിലും കാണും ഇതേപോലെ ഒരു പപ്പടം കുത്തി. അതിൽ ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 6 പച്ചമുളക് കുത്തി വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം നല്ല കരിഞ്ഞ പോലെ ആവും, പക്ഷേ ഫുള്ളായിട്ട് കരിക്കരുത്. അത് കുറച്ച് ഭാഗം ഒന്ന് ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ചോറിന് മുകളിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് അതിനെ ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉരൽ കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു ചട്നി അടിച്ചെടുക്കാൻ പോവാണ്. ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ നോർമലി മന്തിൻ്റെ കൂടെ കഴിക്കൽ റെഡ് കളർ ചട്നിയാണ്. ഈ റെഡ് കളർ ചട്നീൻ്റെ കൂടെ കുറച്ച് മല്ലിയില, പുതിനയില അത്രേ വേണ്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറേ ഓയിൽ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഒരു മടുപ്പുണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടും ഈ ഒരു ചട്നി കൂട്ടി കഴിക്കുമ്പോൾ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് മന്തി റൈസ് കഴിക്കേണ്ടത്. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. മുളക് ഞാൻ കുത്തി വച്ചത് റെക്കോർഡായില്ല, അതുകൊണ്ടാണ്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഇപ്പം മുളകൊക്കെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ലപോലെ ചിക്കന് അതിൻ്റെ കൂടെ പെടാതെ പതുക്കെ മാറ്റി കൊടുക്കാം.
ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ചെയ്യുള്ളൂ, കാരണം അത്ര ടേസ്റ്റാണ്. നമുക്ക് ഈ ചിക്കൻ പീസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഓരോ ചിക്കൻ പീസിനെയും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റിയ ചോറ് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഈ മെഴുക്കും കളറും എല്ലാ ഇതിലും മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക്, അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആദ്യം നിങ്ങൾ ഈ ചോറ് വിളമ്പുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യുക. എന്നിട്ട് ഗ്രീൻ ചട്നി, സലാഡ്, മയണൈസ് ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അൺടിൽ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.